ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചലച്ചിത്രമായ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന സിനിമയിലേക്കാണ്. അപ്പോൾ ഈ പടത്തിൽ നായകനായിട്ട് വരുന്ന ഹെൻറി കേവലാണ്, നമ്മുടെ സൂപ്പർമാൻ ആയിട്ട് വരുന്ന ഹെൻറി കേവലാണ്. പിന്നെ ഹെൻറി കേവലിൻ്റെ കൂടെ അലൻ റിച്ചർസൺ ഉണ്ട്. അലൻ റിച്ചർസൺ ജാക്ക് റീച്ചറായിട്ടുള്ള റോൾ ചെയ്യുന്ന പുള്ളിയാണ്. നല്ല മസിൽമാനൊക്കെ ഉള്ള പുള്ളിയാണ്. ഡയറക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഗൈ റിച്ചിയാണ്. പ്രൊഡക്ഷനിൽ ജെറി ബക്കൻഹൈമറുണ്ട്. നമ്മൾ ടോപ്പ് ഗൺ സിനിമയുടെ പ്രൊഡ്യൂസറായ ജെറി ബക്കൻഹൈമറുണ്ട്. അങ്ങനെ ഒരു വലിയ ടീമിൻ്റെ അകമ്പോടുകൂടിയാണ് ഈ സിനിമ തിയേറ്ററിൽ വന്നിരിക്കുന്നത്. ഈ സിനിമ കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻ എന്നുള്ളൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നടന്ന ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുതന്നെയായിരുന്നു എന്നെ ഈ സിനിമയിലോട്ട് അട്രാക്റ്റ് ചെയ്ത മെയിൻ ഘടകം. ഇനി ഈ സിനിമയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 2016 വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ സീക്രട്ട് ഡോക്യുമെൻറ്റ്സ്, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പുള്ളി. അപ്പോൾ അന്ന് പുള്ളി എടുത്തിരുന്ന പല ഡിസിഷൻസും ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സും മറ്റുമൊക്കെ ഈ 2016 അൺക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിക്കിന് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ഈ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന സിനിമയ്ക്ക് ഉള്ള അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ 1942 സിനിമ നടക്കുന്ന വർഷം. അപ്പം ആ ടൈമിൽ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് വന്നിട്ടില്ല. അപ്പോഴും യുദ്ധം യൂറോപ്പിൽ മാത്രമായി നിൽക്കുന്നൊരവസ്ഥയാണ്. എന്നാലും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ജർമ്മൻ നാവികപ്പട വലിയ മേൽക്കോയ്മ നേടുന്നു. അവരുടെ അന്തർവാഹിനികൾ ബ്രിട്ടീഷ് നാവികപ്പട ആകെ തരിപ്പണമാക്കുന്നു. അപ്പോൾ ജർമ്മൻ മേൽക്കോയ്മ വേണം മൊത്തത്തിൽ ഇപ്പോൾ യൂറോപ്പിൽ നിൽക്കുന്നൊരവസ്ഥ. പ്രത്യേകിച്ചും ജർമ്മൻ സബ്മറൈൻസ്, അന്തർവാഹിനികൾ. അപ്പോൾ ആ അന്തർവാഹിനികൾ ബ്രിട്ടീഷ് നാവികപ്പടയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. അവർക്ക് മുന്നേറ്റം നടത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ തീരുമാനിക്കുകയാണ് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ടുവന്നിട്ട് ഈ അന്തർവാഹിനികൾക്ക് വെപ്പൺസും ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സപ്ലൈ ചെയിൻ, അത് കൊണ്ടുവരുന്ന ഷിപ്സിനെ തകർക്കുക എന്നുള്ള ഐഡിയയോടുകൂടി ഒരു സ്പെഷ്യൽ ഫോഴ്സ് ടീമിനെ കൊണ്ടുവരും. ഇതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സിനിമയിൽ ഈ സ്പെഷ്യൽ ഫോഴ്സ് ടീമിനെ ലീഡ് ചെയ്യുന്ന മാർക്ക് ഫിലിപ്സ് എന്ന ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഹെൻറി കാവലാണ്. പിന്നെ ഒരു 5-6 പേരുടെ ഒരു ടീമുണ്ട് അവരുടെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതാണ് അലൻ റിച്ചർസണും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഒക്കെ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്, ഒരു പ്ലോട്ടാണ്. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ടീമിനെ ഉണ്ടാക്കി ഒരു ഒബ്ജക്റ്റീവിലോട്ട് സെൻഡ് ചെയ്യുന്ന ഒരു വാർ മിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണല്ലോ. അപ്പോൾ അത് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു ഫാക്ടർ ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ക്ലൈമാക്സിൽ ലാസ്റ്റ് ഒരു 35 മിനിറ്റ് നല്ലോണം ആ ആക്ഷൻ സീക്വൻസുകളും മറ്റുമെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഡാർക്ക് കോമഡി ഉണ്ട്. ഗൈ റിച്ചി സിനിമകളിൽ നമ്മൾ കാണാറുള്ള ഒരു ഡാർക്ക് കോമഡി ഉണ്ട്. ആ കോമഡി എലമെൻറ്റ് പ്ലസ് ആക്ഷൻ എന്നുള്ള ഒരു ഇക്വേഷൻ ഇതിൻ്റെ അകത്ത്, ഈ സിനിമയ്ക്കകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹെൻറി കാവലിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് അടിപൊളിയാണ്. പുള്ളിയുടെ ഇൻട്രോ സീൻ തൊട്ട് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഉടനീളം പുള്ളിയുടെ ഒരു ചാമുണ്ട്. ആ ചാം പ്ലസ് പുള്ളി ഈ ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ഒരു അഡീഷണൽ ടെമ്പോ ഉണ്ട്. അത് വളരെ നമുക്ക് ഓഡിയൻസ് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. പിന്നെ അതിനപ്പുറം ഇപ്പം ഈ സിനിമ ഒരിക്കലും ഒരു സേവിങ് പ്രൈവറ്റ് റയാനോ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ഓവർ ഓഫ് ഫാദേഴ്സോ പോലെ ക്ലാസിക് സിനിമകളുടെ നിലയിലൊന്നും കൂട്ടാവുന്ന ഒരു സിനിമയല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ ടൈമിൽ നടന്ന ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി ലൈൻ കംപ്ലീറ്റ്ലി ഒരു പോട്ട് ബോയിലർ ആക്ഷൻ, ഒരു പോപ്കോൺ ആക്ഷൻ എന്നുള്ള നിലയിൽ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും ഒരു തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മോശം സിനിമയാണെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം അതിന് മാത്രമുള്ള ആക്ഷൻ സീക്വൻസും സ്റ്റണ്ട് സീക്വൻസുകളെല്ലാം പടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലാസിക്കൊന്നുമല്ല. നമുക്കങ്ങനെ ഇതൊരു വേൾഡ് വാർ ക്ലാസിക് സിനിമയാണ്, ഇതെന്ന് നിർബന്ധമായും കണ്ടിരിക്കണം അങ്ങനെയൊന്നുമല്ല. നമുക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ആക്ഷൻ പടം എന്നുള്ളതാണ് ഈ സിനിമയെ പറ്റിയുള്ള ഒരു ടോട്ടാലിറ്റിയിലുള്ള റിവ്യൂ. ബാക്കി സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും എല്ലാം സാധാരണ ആക്ഷൻ സിനിമകളോട് ഉള്ള ഒരു നിലവാരം പുലർത്തുന്നുണ്ട്, നല്ല രീതിയിലുള്ള നിലവാരം പുലർത്തുന്നുണ്ട്. നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പാട്രിയോട്ടിസമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നില്ല. ഒരു ബ്രിട്ടീഷ് വീരഗാഥ പറയുന്ന ഒരു ആക്ഷൻ പോട്ട് ബോയിലർ മൂവി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു തീർത്തും. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിരിക്കും.